കൊല്ലപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും ഏറെ ഫലസ്തീനികളാണ്. കാരണം ഫലസ്തീൻ ജനതയെ ബലി കൊടുക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയും അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് തീവ്രവാദ സംഘടനകളുമാണ്. അവർ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും സക്കാത്തായി എത്തുന്ന തുക ഉപയോഗിച്ച് തുരങ്കമുണ്ടാക്കി ആ തുരങ്കത്തിൽ സുഖമായി കഴിയുന്നു. അല്ലെങ്കിൽ അവരുടെ വലിയ നേതാക്കന്മാർ ഖത്തറിലും സിറിയയിലും സുഖമായി കഴിയുന്നു. പാവപ്പെട്ട ജനതയെ അവർ ബലി കൊടുക്കാൻ വിട്ടുകൊടുക്കുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായാണ് ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഏതാണ്ട് 1200 പേരുടെ ജീവനെടുത്തത്. ഇസ്രായേലിന്റെ മുമ്പിൽ മറ്റ് വഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. 1200 പേരുടെ ജീവനെടുത്ത് 200-ലധികം പേര് തട്ടിക്കൊണ്ടുപോയ ആ യുദ്ധത്തെ യുദ്ധം കൊണ്ടല്ലാതെ നേരിടാൻ ഇറങ്ങിയാൽ പിന്നെ ഇസ്രായേലിന് നിലനിൽപ്പില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്തെ വിശ്വസിച്ച് അവിടെ എത്തിയ വിദേശികളായിരുന്ന ജൂതന്മാർ അടക്കമുള്ളവർ അവിടെ സുരക്ഷിതമായി കഴിയണമെങ്കിൽ ഹമാസിനെ അടിച്ചമർത്തിയേ മതിയാവൂ. അതുകൊണ്ടാണ് ഒക്ടോബർ 7-ന് ഹമാസിന്റെ വേര് പിഴുതെറിയുന്നതിന് വേണ്ടി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്.